എനർജറ്റിക് ഡാൻസ് പെർഫോമൻസുമായി ആരാധകരുടെ മനം കവർന്ന് നടി അന്ന പ്രസാദ്. അന്നയുടെ ഭാവപ്രകടനങ്ങളിലും എനർജറ്റിക് സ്റ്റെപ്പുകളുമാണ് വീഡിയോയുടെ ഹൈലൈറ്റ്. മനോഹരമായ പശ്ചാത്തലത്തിലാണ് ഡാൻസ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡാൻസിന് വലിയ കയ്യടികളാണ് താരത്തിന് ലഭിക്കുന്നത്. മഴവിൽ മനോരമയുടെ D4 ഡാൻസിലൂടെയാണ് അന്ന പ്രസാദ് പ്രേക്ഷകർക്ക് സുപരിചിതമായത്. സീസൺ 3-ൽ റണ്ണറപ്പായ അന്ന നർത്തകി കൂടിയാണ്. അൽതാഫ് സലീം നായകനായി എത്തിയ ഇന്നസെന്റിലാണ് താരം ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. പാട്ടും നൃത്തവും സംഗീതവും പൊട്ടിച്ചിരിയുമായി UAE-യിലെ ഈ വാരാന്ത്യം ആഘോഷമാക്കാനൊരുങ്ങി മഴവിൽ മനോരമ. ഇഷ്ടഗാനങ്ങളുമായി ഗായകരായ കാർത്തിക്കും വിജയ് യേശുദാസും റിമി ടോമിയും അണിനിരക്കുമ്പോൾ മഴവിൽ ആർമാദത്തിനൊപ്പം ചുവടുവെച്ച് D4 ഡാൻസ് ഫെയിം അന്ന പ്രസാദും സുഹേദ് കുക്കുവും ദീപക് പോളും സംഘവും ഉണ്ടാകും. സംഗീത വിരുന്നൊരുക്കി സ്റ്റീഫൻ ദേവസിയും മഴവിൽ ആർമാദത്തിന് ആവേശമേകും. സദസ്സിനെ ഇളക്കിമറിക്കാൻ ചടുല ഗാനങ്ങളുമായി ആര്യ ദയാലും അമൃത സുരേഷും കൂടി ചേരുമ്പോൾ ആവേശം ഇരട്ടിയാകും. ചിരിയും കൗണ്ടറുമായി ഉടൻപണം ഫെയിം ഡെയിനും മീനാക്ഷിയുമാണ് അവതാരകയായി എത്തുന്നത്. ഡാൻസിംഗ് സ്റ്റാർസിലെ പ്രധാന മത്സരാർത്ഥികളിൽ ഒരാളും കൂടിയാണ് അന്ന പ്രസാദ്. മാളവികയ്ക്കൊപ്പമാണ് അന്നയും മത്സരിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു തൻ്റെ ഡാൻസ് വീഡിയോയും മറ്റും വിശേഷങ്ങളുമെല്ലാം അന്ന പങ്കിടാറുണ്ടായിരുന്നത്. കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളാണ് ചാനലിലൂടെ താരം പങ്കുവയ്ക്കുന്നത്. ഞാനൊരു കമ്പൈൻ ഡാൻസറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. D4 ഡാൻസിൽ ആദ്യം ഓഡിഷൻ പോയപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറായിരുന്നു, അതുകൊണ്ട് വേറെ സ്റ്റൈലിനൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോയാൽ ശരിയാകുമോ എന്ന ആശങ്കയായിരുന്നു എനിക്ക്. ഓഡീഷനിൽ സെലക്ട് ആയെങ്കിലും ഞാൻ പോയില്ല. TV ഷോ വന്നപ്പോൾ ഞാൻ കാണില്ല എന്നായിരുന്നു കരുതിയത്. പിന്നെ രണ്ടും കൽപ്പിച്ച് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് റിഗ്രറ്റ് ആയിരുന്നു. ഷോയിലേക്ക് പോവേണ്ടതായിരുന്നു എന്ന് തോന്നി. അതിനുശേഷമാണ് വൈൽഡ് കാർഡ് എൻട്രി വന്നത്. അതിലൂടെ പരിപാടിയിലെത്തി. എൻ്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. അതിൽ പങ്കെടുത്തപ്പോഴാണ് എന്നെ തിരിച്ചറിഞ്ഞത്.